ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് റോസ്മേരി. റോസ്മേരിയിലെ എസെൻഷ്യൽ ഓയിലിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ പോണത്. അപ്പം ആരെങ്കിലും പുതുതായിട്ട് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ചെയ്യാൻ പാടുള്ള കാര്യം, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണത്. അതിന് മുന്നേ നമ്മൾ ഈ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന്റെ കാര്യമാണ് പറയുന്നത്, ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന്റെ അല്ല. അത് മനസ്സിലാക്കി വെക്കുക. ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഓയിലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു റോസ്മേരി എസെൻഷ്യൽ ഓയിൽ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. എല്ലാവർക്കും ഒരേപോലെ ഒരു റിസൾട്ട് കിട്ടുന്നതല്ല അത്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിനനുസരിച്ച് അതിനും കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പാച്ച് ടെസ്റ്റ് ഫസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളിതൊരു കരിയർ ഓയിലിനൊപ്പമാണ് ഉപയോഗിക്കുന്നുണ്ടാവും. അതായത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നറിയാം. എസെൻഷ്യൽ ഓയിൽ ആയതുകൊണ്ട് തന്നെ നമ്മളത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല ഹെയറിൽ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിന് ഒപ്പം അതായത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു റേഷ്യോ ഉണ്ട്. അത് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഈ ഒരു എസെൻഷ്യൽ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുകയാണ്, അതായത് ഡാമേജിന് വേറെ എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ ഓയിൽമെന്റോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന ആളുകളാണ്, അതേപോലെ വേറെ എന്തെങ്കിലും സ്കാൽപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂവിന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈമിൽ ഇതേപോലെ എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ആ ടൈം നിങ്ങൾ അത് മാറ്റി വെക്കുക. അതേപോലെ നമ്മൾ ഇത് കൂടുതൽ എടുത്ത് ഉപയോഗിക്കരുത്. അതിനൊരു റേഷ്യോ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനത്തേക്ക് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ വരുന്നൊരു സംശയമാണ് ഈ ഒരു എസെൻഷ്യൽ ഓയിലിന്റെ എക്സ്പയറി നമുക്ക് കറക്റ്റ് ഒരു കാലാവധി പറയാൻ പറ്റൂല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ക്വാളിറ്റി ഇതിന് ഗ്രാജുവലി ആണ് നഷ്ടപ്പെടുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഒന്നാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രാഗ്രൻസ് കുറഞ്ഞു വരും. അത്യാവശ്യം നല്ലൊരു ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് വരിക. നമ്മൾ ഈ റോസ്മേരിന്റെ ലീഫിന്റെ പോലത്തെ ഏകദേശം അങ്ങനത്തെ ഒരു സ്മെല്ല് തന്നെയാണ് വരുന്നുണ്ട്. അതിന്റെ ഫ്രാഗ്രൻസ് കുറഞ്ഞു വരും. അതേപോലെ തന്നെ ഓക്സിഡൈസ് ആയിട്ടാവും, അതായത് ഒരു കളർ ചേഞ്ച് വരും. എനിക്ക് മുന്നത്തെ വീഡിയോയിൽ റോസ്മേരി വാട്ടർ ചെയ്യുമ്പോഴുള്ള കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കളർ ചേഞ്ച്, ഭയങ്കര ഒരു കളറിലേക്ക് അത് മാറും. ഒരു റെഡ്, നമ്മള് വിറ്റാമിൻ ഒക്കെ ഇല്ലേ അതിന്റെ ഒക്കെ ഒരു കളറിലേക്ക് അത് മാറി വരും. പിന്നെ മനസ്സിലാക്കാൻ പറ്റുക എങ്ങനെയാണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആവാൻ തുടങ്ങും. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു എക്സ്പയറി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അത് നിങ്ങൾക്ക് ഇനി യൂസ് ചെയ്യണോ യൂസ് ചെയ്യണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് അത് സ്റ്റോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്റ്റോക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോർമലായിട്ട് പറയുന്ന പോലെ ഒരു കൂളായിട്ടുള്ള ഒരു ഭാഗത്താണ് ഇത് വെക്കേണ്ടത്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റാതെ അങ്ങനെ ചെയ്യാം. പിന്നെ കൂടുതൽ ടൈം അത് ഓപ്പൺ ആക്കി, അതായത് അതിന്റെ ഓപ്പൺ ആക്കിയിട്ട് വെക്കരുത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഡയറക്റ്റ് സൺലൈറ്റിന്റെ മുകളിൽ വെച്ച് നിൽക്കരുത്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കൂളായിട്ടുള്ള സ്ഥലത്ത് തന്നെ അത് വെക്കാൻ നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്ന റിസൾട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് അതിന്റെ റേഷ്യോ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 to 5 ഡ്രോപ്സ് റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ 1 സ്പൂണ് വെളിച്ചെണ്ണയാണ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് കണക്കാക്കിയിട്ട് നിങ്ങൾ അത് ബോട്ടിലിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ആ രീതിയിൽ ചെയ്യുക. ഒരു കുഞ്ഞു ബോട്ടിൽ 1 വീക്കിലേക്കൊക്കെ ആക്കിയിട്ട് ബോട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇത് ഏതൊക്കെ ഒരു ഹെയർ ടൈപ്പിന് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എല്ലാ ഹെയർ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഈ ഡാൻഡ്രഫ് ഉള്ളവര്, അതുപോലെ ഭയങ്കരമായിട്ട് ഹെയർ ലോസ് ഉള്ളവര്, പിന്നെ നമുക്ക് തിന്നായിട്ടുള്ള ഹെയറിലൊക്കെ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ ഒരു റോസ്മേരി ഉപയോഗിക്കാം. അതായത് എല്ലാവരും ഹെയർ ടൈപ്പിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു 1 വീക്കിന്റെ ഉള്ളിൽ ഇതിന്റെ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പം ഈ ഒരു എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മളൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.